വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഭാനുമുത്തശ്ശിയുടെ കഥയൊക്കെ പറഞ്ഞ് സത്യഭാമയെ പാട്ടിലാക്കാൻ ശ്രമിക്കുകയാണ് സുസ്മിത. നീയൊരു ചെക്കൻ്റെ കൈ പിടിക്കുമ്പോൾ ഈ വളകൾ അണിഞ്ഞു വേണം എന്ന് പറഞ്ഞാണ് മുത്തശ്ശി തന്നതെന്ന് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് സുസ്മിത. ഭാനുമുത്തശ്ശിയെ നമുക്ക് മറക്കാമെന്നും ഇനി എൻ്റെ കല്യാണം നടക്കില്ലല്ലോ, അത് മുടങ്ങിപ്പോയില്ലേ, അതൊന്നും മുത്തശ്ശി ഇനി അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരച്ചിൽ വരുത്തുകയാണ് സുസ്മിത. അന്നേരം സത്യഭാമ പറയുകയാണ്, ആര് പറഞ്ഞു നിന്റെ കല്യാണം നടക്കില്ലാന്ന്? ആ വളകൾ അണിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും നീ ഒരു ചെക്കൻ്റെ കൈ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊന്നിൻ്റെ വിലയല്ല മനസ്സിൻ്റെ മൂല്യമാണ് ആ വളകൾക്കെന്ന് എനിക്ക് മനസ്സിലായെന്നും സത്യഭാമ പറയുന്നു. അത് തിരിച്ചു കിട്ടുന്നതിനായി ഇവിടെ ഒരു പരിശോധന നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായമെന്നും ഭാമ പറയുന്നു. ശേഷം സത്യഭാമ എല്ലാവരോടുമായി പറയുകയാണ്, സുസ്മിതയുടെ വളകൾ അബദ്ധത്തിലായാലും അല്ലെങ്കിലും ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തിരികെ നൽകേണ്ടതാണ്. അതിനായി ശിക്ഷയോ പരിഹാസമോ ഒന്നും ഉണ്ടാകില്ല. ഇത് സത്യഭാമയുടെ വാക്കാണ്. ഇനിയിപ്പോൾ വളകൾ എടുത്തയാൾ മുന്നോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരെയും പരിശോധിക്കേണ്ടി വരുന്നതാണ്. അതെല്ലാവർക്കും നാണക്കേടാണ്. അന്നേരം സന്തോഷമൊക്കെ വന്ന് സുസ്മിത കണ്ണുനീരൊക്കെ തുടച്ച് പറയുകയാണ്, അങ്ങനെ എല്ലാവരെയും പരിശോധിച്ച് അങ്ങനെ എല്ലാവരെയും നാണം കെടുത്തേണ്ട നമുക്ക്. എനിക്ക് ഒരാളെ മാത്രമേ സംശയമുള്ളൂ, അത് ഈ സ്ത്രീയെയാണ് എന്ന് പറഞ്ഞ് ശാരദാമ്മയ്ക്ക് നേരെ കൈ ചൂണ്ടുകയാണ് സുസ്മിത. അതിനുശേഷം ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് സുസ്മിത പറയുകയാണ്, ഭാമ ആൻറ്റി അനുവാദം തന്നതാണ്, നിങ്ങളെ എനിക്ക് പരിശോധിക്കണം, ആ ബാഗിനും തന്നേ. അന്നേരം ഓടിച്ചെന്ന് ശാലിനി പറയുകയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അതെൻ്റെ അമ്മയാണ്. അന്നേരം സത്യഭാമ പറയുകയാണ്, ശാലിനി നിൽക്ക്, ഇവിടെ അമ്മയും അച്ഛനും ഒന്നുമില്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ തടയേണ്ട കാര്യം എന്താണ്? പരിശോധന നടക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് വിഷ്ണു. അന്നേരവും സത്യഭാമ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ നിരപരാധിയാണെങ്കിൽ പിന്നെ എന്തിനു തടുക്കണം? ഇത്രയും ആയ സ്ഥിതിക്ക് വിസമ്മതിച്ചാലാണ് സംശയം വരുന്നത്. അതുകൊണ്ട് സുസ്മിതയെ തുടർന്നോളൂ എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത ശാരദാമ്മയോട് പറയുകയാണ്, നിങ്ങളോട് ബാഗിങ് തരാനാണ് പറഞ്ഞത്. മോളെ, നിന്റെ അമ്മയുടെ പ്രായമുണ്ട് എനിക്കെന്ന് ശാരദാമ്മ പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി സുസ്മിത ചോദിക്കുകയാണ്, പ്രായമല്ലേ ഉള്ളൂ, അമ്മയല്ലല്ലോ. ഇങ്ങ് തരാനെന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ ബാഗ് ബലമായി പിടിച്ചു വാങ്ങി പരിശോധിക്കുകയാണ് സുസ്മിത. എല്ലാവരും നോക്കി നിൽക്കെ അതിൽ നിന്നും സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് സുസ്മിത. അതിനുശേഷം പോളച്ചൻ്റെ കടയിൽ നിന്നും ശാരദാമ്മ കൊണ്ടുവന്ന വളകൾ കയ്യിലെടുക്കുന്നു സുസ്മിത. ബാഗ് ദാ പിടിക്കുമെന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് സത്യഭാമയോട് പറയുകയാണ്, ആൻറ്റി ദേ ഇത് കണ്ടോ, ഇത് തന്നെയാണ് എൻ്റെ വളകൾ. കൃത്യം 2 എണ്ണം എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അയ്യോ ഇത് മോളുടെ വളകളല്ല, ഇത് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നതോ? ഇതെന്താ ബാഗിലാണോ കയ്യിലാണോ ആൾക്കാർ വളയിടുന്നത്? അങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഇത് ഞാനൊരു സ്വർണ്ണക്കടയിൽ നിന്നും വാങ്ങിച്ചതാണ്, മോഡൽ നോക്കാൻ. അങ്ങനെയാണോ കഥ? എങ്കിൽ ഇതിൻ്റെ കവർ എവിടെ? അല്ലെങ്കിൽ മിനിമം ഒരു ബില്ലെങ്കിലും ഉണ്ടാകണമല്ലോ, അതൊക്കെ എവിടെയെന്ന് ചോദിക്കുകയാണ് സുസ്മിത. ബില്ല് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ തപ്പുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഇനിയൊന്നും പറയണ്ട ശാരദേ, നിങ്ങൾക്ക് സ്വർണം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചൂടായിരുന്നോ? ഇതിപ്പോ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെയും കൂടി നാണം കെടുത്തി കളഞ്ഞല്ലോ. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അല്ല സത്യമേ അല്ല, ഇത് ഈ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി മോഡൽ നോക്കാനായിട്ട് പോളച്ചൻ്റെ കടയിൽ നിന്നും കടമെടുത്തതാണ് എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. തിരിച്ചു കൊടുക്കേണ്ടതായതുകൊണ്ടാണ് ബില്ലുമൊന്നും ഇല്ലാത്തത്. അന്നേരം ചിരിച്ച് സുസ്മിത പറയുകയാണ്, ആഹാ സത്യമപ്പോൾ വെളിയിൽ വന്നല്ലോ, മകളുടെ കല്യാണത്തിന് സ്വർണം ആവശ്യമുണ്ടെന്ന്. കയ്യിൽ കാശില്ലാതെ വന്നാൽ കടയിൽ നിന്നും മേടിക്കാം, ഡ്രസ്സിംഗ് ടേബിളിൽ നിന്നും എടുക്കാം. അന്നേരം ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശാരദാമ്മ. പെട്ടെന്ന് ശാലിനി പറയുകയാണ്, മതി, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം ഈ വളകൾ നിന്റേതല്ല എന്ന്. എന്നിട്ടും ഞാൻ വാവൂട്ടി നിൽക്കുന്നത് പ്രതിസ്ഥാനത്ത് എൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എൻ്റെ അമ്മയെ ഇങ്ങനെ കള്ളിയാക്കിയാൽ നോക്കി നിൽക്കില്ല ഈ ശാലിനി. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമടി കള്ളിയുടെ മോളേന്ന് ചോദിക്കുന്നു അന്നേരം സുസ്മിത. ഡി എന്നും പറഞ്ഞ് ശാലിനി സുസ്മിതയുടെ നേർക്കടുക്കുമ്പോൾ ശാരികയും ശ്യാമയും ചേർന്ന് പിടിച്ചു മാറ്റുകയാണ് ശാലിനിയെ. എല്ലാവരുടെയും കൈ തട്ടി മാറ്റിയിട്ട് ശാലിനി സുസ്മിതയോട് ചോദിക്കുകയാണ്, ഒരു വട്ടം കൂടി നിനക്ക് അങ്ങനെ വിളിക്കാനുള്ള ധൈര്യമുണ്ടോ? എങ്കിൽ വിളിക്ക്, ഞാൻ ജയിലിൽ പോയാലും വേണ്ടിയില്ല, ആ വൃത്തികെട്ട നാവ് ഞാൻ പിഴുതെടുക്കും, കാണണോ എന്ന് പറഞ്ഞ് സുസ്മിതയുടെ നേർക്കടുക്കുകയാണ് അന്നേരം ശാലിനി. അന്നേരം വിഷയം മാറ്റാനായി സുസ്മിത സത്യഭാമയോട് ചോദിക്കുകയാണ്, ആൻറ്റിയുടെ മുമ്പിൽ വെച്ച് ഇവൾക്കിത് എന്നോട് ഇങ്ങനെ പറയാനായിട്ട് എത്ര ധൈര്യമുണ്ടെന്ന് നോക്കിക്കേ, അതും ഇവളും ഇവളുടെ വീട്ടുകാരും കൂടി ഇത്രയുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഒരു കാണിച്ചുകൂട്ടലും ഇല്ല, ചെയ്യാത്ത കുറ്റത്തിന് ശാരദാമ്മയും മക്കളെയും ബലിയാടാക്കാൻ നീ നോക്കണ്ട സുസ്മിതേ.
സമ്മതിച്ചു തരില്ല. അവര് മാത്രമല്ല ഈ ഞാനുമെന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ശരി ആയിക്കോട്ടെ, ശാരദാമ്മയും മക്കളും വിഷ്ണുവേട്ടന് പുണ്യജന്മങ്ങളായിരിക്കും. പക്ഷേ ഞാൻ ഈ വളകൾ വിട്ടുകൊടുക്കില്ല. എന്റെ ഭാനുമുത്തശ്ശിയുടെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. ഇന്ന് രാവിലെ വരെ ഞാൻ ഈ വളകൾ കയ്യിലിട്ടിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് അഭിനയിച്ച് വളകൾ ചേർത്ത് പിടിച്ച് കരയുകയാണ് സുസ്മിത. അന്നേരം ശാരദാമ്മ പറയുകയാണ്, മതി കരഞ്ഞത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കണ്ട. സത്യം ഒന്നേ ഉണ്ടാവുള്ളൂ, അത് ദൈവത്തിനറിയാം. ഈ വളകൾ മോളുടേതാണെന്ന് ദൈവത്തിനെ സാക്ഷി നിർത്തി മനസാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വളകൾ മോൾക്ക് തന്നെ സ്വന്തമാക്കാം. പക്ഷേ സത്യം മറിച്ചാണെങ്കിൽ അപമാനം കൊണ്ട് ഒരമ്മ ഇവിടെ നിന്നും പടിയിറങ്ങുന്നതിൽ മനം നൊന്ത് നീ അതിന്റെ ശിക്ഷ അനുഭവിക്കും. ഈ കണ്ണിൽ നിന്നും ഊറുന്ന ചോര സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ബാക്കി ദൈവം തീരുമാനിക്കട്ടെ. മക്കൾ വാടി എന്നും പറഞ്ഞ് ശ്യാമയും ശാരികയും കൂട്ടി ഇറങ്ങുകയാണ് ശാരദാമ്മ. ശാരദാമ്മ പോകുന്നത് കണ്ട് അമ്മയെന്ന് വിളിച്ച് കരയുകയാണ് ശാലിനി. അന്നേരം സുസ്മിത വിചാരിക്കുകയാണ്, കൂട്ടത്തിൽ ഇവൾക്കും കൂടി അങ്ങ് ഇറങ്ങിപ്പോക്കൂടെ? അതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കാം. തിരിഞ്ഞ സുസ്മിത എല്ലാവരോടുമായി പറയുകയാണ്, പോലീസിനെ വിളിക്കുമെന്ന് പേടിച്ച് പതിയെ ഡയലോഗും പറഞ്ഞ് സ്കൂട്ടായത് കണ്ടില്ലേ? കള്ളക്കൂട്ടങ്ങളാണെന്നേ ഇപ്പോൾ മനസ്സിലായോ എല്ലാവർക്കും? അന്നേരം സുസ്മിതയുടെ അടുത്തേക്ക് ചെന്ന് ശാലിനി ചോദിക്കാണ്, എടി നീ നേരിട്ട് കണ്ടോ എൻ്റെ അമ്മ വളകൾ എടുക്കുന്നത്? ഇത് നിന്റെ വളകൾ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അതേന്ന് സുസ്മിത പറയുമ്പോൾ ശാലിനി പറയുകയാണ്, എങ്കിൽ നീ അത് കയ്യിലിട്ട് കാണിക്ക്, എല്ലാവരും കാണട്ടെ. വാട്ടെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, വാട്ടും കീട്ടും ഒന്നുമല്ല, വളകൾ കയ്യിലിട്ട് കാണിക്കാൻ. ചുറ്റുമൊക്കെ നോക്കിയിട്ട് സുസ്മിത പറയുകയാണ്, അതിപ്പോൾ ഞാനിങ്ങനെ കയ്യിലിട്ട് തെളിയിച്ച് കാണിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇത് എൻ്റെ വളകൾ തന്നെയല്ലേ? അന്നേരം ശാലിനി പറയുകയാണ്, അത് ഇന്നലെ വരെ. ഇപ്പോൾ ഇത് തർക്കത്തിലുള്ള വളകളാണ്. അമ്മ പറയുന്നു അമ്മയുടേതാണെന്ന്, നീ പറയുന്നു നിന്റേതാണെന്ന്. സത്യം തെളിയിക്കാൻ രണ്ടു പക്ഷത്തിനും ബാധ്യതയുണ്ട്. നീ ബാഗ് പരിശോധിച്ചപ്പോൾ അമ്മ എതിർപ്പ് കാണിച്ചില്ലല്ലോ. എതിർപ്പ് കാണിച്ചോ സത്യാമ്മയെന്ന് സത്യഭാമയോട് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, അങ്ങിട്ട് കാണിച്ചു കൊടുക്കുമോളെ. പിന്നെ ആരും തർക്കം പറഞ്ഞുകൊണ്ട് വരില്ലല്ലോ. അന്നേരം സുസ്മിത പറയുകയാണ്, ശരി ഞാനിട്ട് കാണിക്കാം, അതിനിപ്പോ എന്താ കുഴപ്പം? അതിനുശേഷം സുസ്മിത വളകൾ ഇടുകയാണ്. പക്ഷെ സുസ്മിതയുടെ കൈക്ക് അത് ചേരുന്നില്ല. ആ വളകൾ ചെറുതായിരുന്നു. എത്ര ഇടാൻ ശ്രമിച്ചിട്ടും സുസ്മിതയുടെ കയ്യിലേക്ക് അത് പറ്റുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും സുസ്മിത പറയുകയാണ്, ഇത് കുറച്ച് ടൈറ്റായെന്ന് തോന്നുന്നു, കേറുന്നില്ലല്ലോ. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഇന്ന് രാവിലെ കൂടി നീ ഇട്ട വളകൾ ഇത്ര പെട്ടെന്ന് ടൈറ്റായോ? നിനക്കെന്താ ഹനുമാന്റെ ശരീരമാണോ പെട്ടെന്ന് വലുതും ചെറുതുമൊക്കെ ആകാൻ? അന്നേരം സുസ്മിത പറയുകയാണ്, എൻ്റെ വളകളും ഇതേ ഡിസൈനായിരുന്നു, അതുകൊണ്ടാ ഞാൻ. പെട്ടെന്ന് ദേഷ്യപ്പെട്ട്, എടി നിന്റെ ഒരു ഡിസൈൻ എന്നും പറഞ്ഞ് സുസ്മിതയെ അടിക്കാനായി കൈയോങ്ങുകയാണ് ശാലിനി. പെട്ടെന്ന് സത്യഭാമ ശാലിനി എന്ന് വിളിക്കുന്നു. അങ്ങനെ സുസ്മിതയെ അടിക്കുന്നില്ല ശാലിനി. സത്യഭാമയുടെ അടുത്തേക്ക് ചെന്ന് ശാലിനി ചോദിക്കുകയാണ്, ഇപ്പോൾ സത്യാമ്മയ്ക്ക് സത്യം ബോധ്യമായില്ലേ? ശാരദാമ്മയും മക്കളും ഒരിക്കലും മോഷ്ടിക്കില്ല. അത് പട്ടിണി കിടന്ന് ചാവേണ്ടി വന്നാൽ പോലും. നാട്ടിൽ വലിയ ന്യായം പറയുന്ന ആളല്ലേ. അവസാന വിധിക്ക് മുമ്പ് മുൻവിധിയോ പക്ഷഭേദമോ ഒന്നും പാടില്ലാന്ന്. ഇനിയെങ്കിലും അതൊന്ന് പഠിച്ചിരുന്നാൽ നന്ന്. ശാലിനിക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ തലകുനിച്ച് നിൽക്കുകയാണ് സത്യഭാമ. സുസ്മിതയുടെ കയ്യിൽ നിന്നും വള തട്ടിപ്പറിച്ചിട്ട് ശാലിനി പറയുകയാണ്, ഇങ്ങ് താടിയത് ഇതേ വെറും വളകളല്ല, ശാരദാമ്മയുടെയും മക്കളുടെയും അഭിമാനമാണ്. ഇത് എൻ്റെ കയ്യിലിരുന്നാൽ മതി, കേട്ടോടിയെന്ന് പറഞ്ഞ് പല്ല് കടിച്ചു പിടിച്ച് ദേഷ്യം കടിച്ചമർത്തി അവിടെ നിന്നും പോവുകയാണ് ശാലിനി. ശാലിനി പോയ ശേഷം വിഷ്ണു ചോദിക്കുകയാണ്, ഞാൻ എത്ര പറഞ്ഞതാ അമ്മേ, ശാരദാമ്മയും മക്കളും കള്ളം ചെയ്യില്ലാന്ന്. ഇപ്പോൾ എന്തായി സത്യഭാമയുടെ വിധി തീർപ്പിലെ ന്യായം? എന്നിട്ട് പറയുകയാണ്, അതെ, ഇവിടത്തെ പൂജയും പരിപാടികളും എല്ലാമൊക്കെ കഴിഞ്ഞു. ദയവ് ചെയ്ത് എല്ലാവർക്കും അകത്ത് വന്ന് കാപ്പി കുടിച്ച് പിരിയാം പ്ലീസ് എന്ന് എല്ലാവരോടും പറയുകയാണ് വിഷ്ണു. എല്ലാവരും പോയ ശേഷം സത്യഭാമയോട് സുസ്മിത പറയുകയാണ്, ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് ആൻറ്റി. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല അവര്. കക്കാൻ മാത്രമല്ല അവർക്ക് നിൽക്കാനും അറിയാം. പിടി വീണാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവര് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വച്ചിരുന്നതാണ്. സത്യഭാമയുടെ തോളിൽ കൈവച്ച് സുസ്മിത പറയുകയാണ്, ആൻറ്റിയെ അവരെല്ലാവരും കൂടി ചേർന്ന് വിഡ്ഢിയാക്കിയതാണ്. കൂട്ടത്തിൽ എന്നെയും അപമാനിച്ചു. സുസ്മിതയുടെ കൈ തട്ടിമാറ്റിയിട്ട് സത്യഭാമ പറയുകയാണ്, നീ അകത്തേക്ക് ചെല്ല്, എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. തുടർന്ന് കാണിക്കുന്നത് റോഡിലൂടെ നടന്നു പോവുകയാണ് ശാരദാമ്മയും ശാരികയും ശ്യാമയും. ശാരിക ചോദിക്കുകയാണ്, അമ്മേ, ഇനി ആ വളകളുടെ കാര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും? പോളച്ചന്റെ ജ്വല്ലറിയിൽ നിന്ന് മോഡൽ നോക്കാൻ എടുത്തതല്ലേ അത്? ശാരദാമ്മ പറയുകയാണ്, മോഡൽ വള വേറെ വേണമെന്ന് പറയാം മോളെ, അല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, അപ്പോൾ ആ സുസ്മിത വാങ്ങിച്ചു വെച്ച വളയുടെ കാശ് കൂടി നമ്മൾ കൊടുക്കണ്ടേ? അല്ലാതെ ഇപ്പോൾ എന്തു ചെയ്യാനാ? സുസ്മിത വാങ്ങിവെച്ചോ ശാരദ വാങ്ങിവെച്ചോ എന്നൊക്കെ പോളച്ചൻ അറിയേണ്ട കാര്യമില്ലല്ലോ.
അയാൾ പണം മുടക്കി പണിയിച്ചതല്ലേ അത്, അപ്പോൾ അത് അയാൾക്ക് തിരിച്ചു കിട്ടിയല്ലേ പറ്റൂ. ഇത് വല്ലാത്തൊരു കുരുക്കായിപ്പോയെന്ന് ശാരിക പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അതെ, ആൾക്കാർക്കിങ്ങനെ നാണമില്ലാതെ ആയിപ്പോയാൽ എന്തു ചെയ്യാൻ പറ്റും? മറ്റുള്ളവരുടെ മുതൽ വാങ്ങിച്ചു വെക്കാൻ ആ പെണ്ണിന് യാതൊരു ഉളുപ്പുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ശ്യാമ. അന്നേരം ശാരദാമ്മ പറയുകയാണ്, അങ്ങനെയൊന്നും പറയല്ലേ, വാസ്തവത്തിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ വളകൾ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മൾ കട്ടെടുത്തു എന്നൊരു മുൻവിധി ഉള്ളതുപോലെയാണ് അവൾ സംസാരിച്ചത്. അത് ശരിവെച്ച് ശാരികയും പറയുകയാണ്, അതെ, നമ്മൾ ക്ഷണിച്ചിട്ട് ചെന്ന അതിഥികൾ തന്നെയാണ്. അവളേക്കാൾ ചിലപ്പോൾ പണത്തിൽ കുറഞ്ഞിരിക്കാം, പക്ഷേ പണമില്ലാത്തവരെല്ലാം മോഷ്ടിക്കുമെന്ന് അവളോട് ആരാണ് പറഞ്ഞത്? അങ്ങനെ ശാരിക പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അല്ലെങ്കിലും അവളല്ലേ ചേച്ചി ഇപ്പോൾ മോഷണം നടത്തിയിരിക്കുന്നത്? അന്യന്റെ മുതല് തട്ടിയെടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ദുഷ്ടപിശാച് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശ്യാമെ, ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, എന്തെങ്കിലും തെറ്റിദ്ധാരണയായിരിക്കും ആ കുട്ടിക്കെന്ന് പറയുകയാണ് ശാരദാമ്മ. കാലം അത് തെളിയിക്കും, ദൈവം ഒരാള് മുകളിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശാരിക പറയുകയാണ്, ദൈവമൊക്കെ ഇപ്പോൾ കണ്ണടച്ചിരിപ്പാണ്. എന്നിട്ട് ശാരിക ചോദിക്കുകയാണ്, അല്ല, ഞാൻ ആലോചിക്കുന്നത് അവളെ എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നതെന്നാണ്. നമ്മൾ സത്യഭാമയുടെ ബന്ധുക്കളല്ലേ, അതിനേക്കാൾ അധികാരത്തോടെ ആയിരുന്നല്ലോ അവളുടെ സംസാരവും ഇടപെടലുകളുമൊക്കെ. ആ കുട്ടി സത്യഭാമയുടെ കൂട്ടുകാരിയുടെ മകളാണ്. ഒരു വീട്ടിൽ ആർക്ക് അധികാരം കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് വീടിന്റെ ഉടമയല്ലേ. നമ്മൾ എന്തിനാ അതിനെ അസ്വസ്ഥതപ്പെടുന്നത് എന്ന് പറയുകയാണ് ശാരദാമ്മ. ഏതായാലും ഞാൻ പോളച്ചന്റെ ജ്വല്ലറി വരെ ഒന്ന് പോയിട്ട് വരാം, കല്യാണത്തിനെടുക്കേണ്ട ആഭരണത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറയുകയാണ് ശാരദാമ്മ. ശ്യാമയും ശാരികയും പോയ ശേഷം ശാരദാമ്മ സങ്കടപ്പെടുകയാണ്. സത്യഭാമയുടെ വീട്ടിൽ ശാലിനിയുടെ അവസ്ഥ എന്തായോ ആവോ. 2 സ്വർണ്ണ വളകളുടെ പണം പോയാലും വേണ്ടില്ല. ശാലിനിക്ക് അവിടെ മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. മനസമാധാനം എന്നത് അവൾക്കും അവളുടെ അമ്മയ്ക്കും ഈ ജന്മം വിധിച്ചിട്ടില്ല, തലയിലെഴുത്ത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് റോഡിൽ നിന്ന് ശാരദാമ്മ. തുടർന്ന് കാണിക്കുന്നത് പോളച്ചന്റെ വീടാണ്. അവിടെ പുറത്തു നിന്നും പോളച്ചൻ വീട്ടിലേക്ക് വരുമ്പോൾ ഇറങ്ങുകയാണ് അവിടെ നിന്നും രാജേശ്വരിയോട് പോളച്ചൻ ചോദിക്കുകയാണ്, അല്ല, ഇതാര് രാജേശ്വരിയോ, എപ്പോൾ എത്തി? അന്നേരം രാജേശ്വരി പറയുകയാണ്, ഞാൻ വന്നിട്ട് കുറേ നേരമായി. ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഭാര്യ പറഞ്ഞത് പോളച്ചൻ ഇപ്പോൾ വീട്ടിലേക്ക് വരുമെന്ന്. അതിനുശേഷം വിശേഷങ്ങളൊക്കെ പറയുകയാണ് പോളച്ചൻ രാജേശ്വരിയോട്. ഇടയ്ക്കൊക്കെ സ്വർണ്ണക്കടയിലേക്ക് വരാമെന്നും ഇഷ്ടപ്പെട്ട ഫാഷനൊക്കെ എടുക്കാം, വില കുറച്ചൊക്കെ തരാമെന്നും പോളച്ചൻ പറയുകയാണ്. എൻ്റെ പെണ്ണുമ്പിള്ളയുടെ കൂട്ടുകാരിയായതുകൊണ്ട് വിലക്കുറവിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമെന്നും പോളച്ചൻ പറയുന്നു. ആണോ, എങ്കിൽ പിന്നെ എപ്പോൾ ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയുകയാണ് രാജേശ്വരി. അതിനുശേഷം യാത്ര പറഞ്ഞിറങ്ങുന്നു രാജേശ്വരി ഇറങ്ങുമ്പോൾ അവിടേക്ക് വരികയാണ് ശാരദാമ്മ. ഇവളെന്തിനാ പോളച്ചന്റെ വീട്ടിൽ വരുന്നത്? എന്നെ കാണണ്ട എന്ന് പറഞ്ഞ് കാറിന്റെ മറവിലേക്ക് ഒളിഞ്ഞു നിൽക്കുകയാണ് രാജേശ്വരി. ശാരദാമ്മ വന്ന് ബെല്ലടിക്കുമ്പോൾ ശാരദാമ്മ എത്തിയോന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പോളച്ചൻ. ഞാൻ ഇന്നൽപ്പം നേരത്തെ ഇങ്ങ് പോന്നു, അതാണ് ഫോൺ ചെയ്തപ്പോൾ വീട്ടിലേക്ക് വന്നത്. ശാരദാമ്മ അകത്തേക്ക് വരുമെന്നും പറഞ്ഞ് ക്ഷണിക്കുകയാണ് പോളച്ചൻ. ജ്വല്ലറിയിൽ നിന്ന് കൊണ്ടുപോയ വളകളുടെ ഡിസൈനൊക്കെ ഇഷ്ടമായെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുകയാണ് ശാരദാമ്മ. ആ മോഡലിലുള്ള വളകൾ തന്നെ 1-2 എണ്ണം കൂടി വേണമെന്നും പറയുന്നു ശാരദാമ്മ. പിന്നീട് പറയുകയാണ്, പണം തരാനായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, കുറച്ച് സ്വർണം കൂടി വേണമെന്ന് പറയുമ്പോൾ പോളച്ചൻ ചോദിക്കുകയാണ്, എത്ര സ്വർണമാണ് ശാരദാമ്മയ്ക്ക് വേണ്ടത്? ഒരു 30 പവനെന്ന് പറയുന്നു ശാരദാമ്മ. അത് കേൾക്കുന്ന രാജേശ്വരി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ് തെറ്റെന്ന്. അത് കേട്ട് തിരിഞ്ഞു നോക്കുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.